ഒഡീഷയിലെ പുരിയിൽ യുവാക്കൾ ജീവനോടെ തീകൊളുത്തിയ 15 വയസ്സുകാരി മരിച്ചു. ദില്ലി എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ജൂലൈ 19 പെൺകുട്ടിയെ യുവാക്കൾ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചത്. സംഭവത്തിൽ പ്രതികളെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്വാതി ചേരുകയാണ്. സ്വാതി, അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഒറീസയിൽ നിന്ന് വന്നിരുന്നത്. ഇപ്പോൾ പെൺകുട്ടി ജീവൻ വെടിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് ഈ 15 വയസ്സുകാരിക്ക് നേരെ ക്രൂരമർദ്ദനം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ഈ പുരി ഗ്രാമത്തിൽ ഈ പെൺകുട്ടിയെ 3 യുവാക്കൾ ചേർന്നുകൊണ്ട് തട്ടിക്കൊണ്ടുപോയി വായ മൂടിക്കെട്ടി ശേഷം തീ കൊളുത്തുകയായിരുന്നു. ഈ പെൺകുട്ടിയുടെ ശരീരത്ത് ഏകദേശം 70% പൊള്ളലേറ്റതായി അന്ന് തന്നെ ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയും ഒഡീഷയിൽ നിന്ന് നേരെ ദില്ലി എയിംസിലേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. പെൺകുട്ടി നിലവിൽ എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് ഇപ്പോൾ മരണപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ വരുന്നത്. അതേസമയം തന്നെയും ഇതുവരെയും ആ പ്രതികളെ കണ്ടെത്തുവാനോ ആ അക്രമികൾക്കെതിരെ നടപടിയെടുക്കുവാനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ള വിമർശനമാണ് ഇതിനോടകം തന്നെ ശക്തമാകുന്നത്. ഇപ്പോൾ പോലീസിന്റെ ന്യായീകരണം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ ആരും തീ കൊളുത്തിയതല്ല, പെൺകുട്ടി സ്വയം തീ കൊളുത്തിയതാണ് എന്നുള്ളൊരു അവകാശവാദവുമായ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ വിഷയത്തെ ന്യായീകരിക്കുന്ന ഒരു നീക്കവുമായിട്ടാണ് പോലീസ് വരുന്നത്. മറ്റാരെങ്കിലും പെൺകുട്ടിയെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചതായിട്ടുള്ള തെളിവുകളൊന്നും തന്നെയും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് ഒഡീഷ പോലീസ് പറയുന്നത്. അതേസമയം തന്നെ പ്രദേശവാസികളുടെ അടക്കം ഇത് സംബന്ധിച്ച് മൊഴിയായി പുറത്തു വന്നിരുന്നു. അവർ പറയുകയും ചെയ്തു, പെൺകുട്ടിയെ കണ്ടെത്തിയത് ഈ ഒരു വയലിന് സമീപത്ത് നിന്നാണ്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് തീ കൊളുത്തുകയുമായിരുന്നു എന്നുള്ള കൃത്യമായ മൊഴികളും പോലീസിന് ലഭ്യമായിരുന്നു. എന്നാൽ ഈ കേസിനെ അട്ടിമറിക്കുവാനുള്ള നീക്കം തുടക്കത്തിൽ തന്നെ നടത്തിയിരുന്നു എന്നുള്ള ആക്ഷേപം ശക്തമായിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവമേ നടന്നിട്ടില്ല, വേറെ ആരും തീ കൊളുത്തിയതല്ല എന്ന ന്യായീകരണവുമായി പോലീസ് രംഗത്തെത്തുന്നത്. എന്തായാലും ഇപ്പോൾ പെൺകുട്ടി മരണപ്പെട്ടതോടെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ആ പ്രദേശത്തടക്കം ഉയർന്നതായിട്ടുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ദില്ലി എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് ഈ പെൺകുട്ടി ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്. ഷമീസ്. സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്.